ഗായ്സ് ബിഗ് ബോസിൻ്റെ 10,000 വോട്ട് എന്നൊരു വൻ ലീഡിലേക്ക് ഉയർന്നൊരു കാഴ്ചയാണ്. 10,000 വോട്ട് 10,000 വോട്ട് 10,000 വോട്ട്. അനീഷ് ഒരു കാര്യം 3 വട്ടം പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നത്. സോ ഗൈസ് അങ്ങനെയല്ല, ഇപ്രാവശ്യത്തെ വോട്ടിംഗ് എന്ന് വെച്ചാൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മനസ്സിലാക്കി വോട്ടിടുന്നു. വെറുതെ ആൾക്കാരുടെ പിടിച്ച് നിർത്തിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കി ആൾക്കാർ വോട്ടിടുന്നു എന്ന കാഴ്ചയാണ്. ഏറ്റവും അവസാനം 3,800 വോട്ടായിട്ടാണ് ശാരിക 3,800 വോട്ട് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട്ടിലുള്ളവർ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരാളായി മാറിയതും ശാരിക തന്നെയാണ്. അങ്ങനെ ശാരികയ്ക്ക് ഒരുപാട് ഹേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ശാരിക ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞിട്ട് തോന്നിയ ചോദ്യങ്ങൾക്കാണ് ചോദിക്കുന്നത്. അത് ജനങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ജെന്യൂൻ ചോദ്യം ചെയ്യുന്ന ചോദിക്കണമെന്നില്ല, ഒരു ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കണം. സോ നെക്സ്റ്റ് 2ാം സ്ഥാനമാണ് റേന ഫാത്തിമ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എന്തോ കണ്ടൻറ്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചുമ്മാ അടി ഉണ്ടാക്കി കിടന്ന് ഡാൻസ് കളിക്കുക. പുള്ളിക്കാരി വരുന്നത് വെച്ചാൽ ഇത് പുറത്ത് വരുമ്പോഴത്തേക്കും ഒരു റിങ് നമ്മളെ ആലപ്പുഴ ജിങ്കാല സിനിമ ഉണ്ട്, അതിലൊരു ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, ഫൈറ്റ് ചെയ്യുന്ന അതേപോലെ ഒരു ക്യൂട്ട്നെസ്സൊക്കെയാണ് ഇടുന്നത് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ ക്യൂട്ട്നെസ് അല്ല, ആറ്റിൽ ഇത് പോയതുപോലെ ഉണ്ട്, മനസ്സിലായില്ലേ? ക്യൂട്ട്നെസ് ആറ്റിൽ എറിഞ്ഞ പോലെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളുണ്ടെങ്കിൽ 2ാം സ്ഥാനം നിൽക്കണം, വരട്ടെ. സോ നെക്സ്റ്റ് 4ാം സ്ഥാനമാണ് 6,000 വോട്ടായിട്ട് അപ്പാൻ ശരത്ത് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്. ഓൾമോസ്റ്റ് കുറേ പേർക്ക് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് അടുപ്പിക്കുന്നില്ല, എന്നിട്ട് ഞാൻ പോയി മിണ്ടാവുന്ന കാല് പിടിക്കാൻ, ഇതൊക്കെ എന്തിനാടാ ഇതൊക്കെ. സോ നെക്സ്റ്റ് 10ാം സ്ഥാനമാണ് ശൈത്യ കഴിഞ്ഞ സീസണിലെ കഴിഞ്ഞ ആഴ്ച പോകേണ്ടതാണ്, ഞാൻ പറഞ്ഞതാണ് സുഹൃത്തുക്കളെ. പിന്നെ ലാലേട്ടൻ പിടിച്ച് നിർത്തിയതാണ്. അത് അല്ല എന്ന് അല്ലെങ്കിൽ എന്തായാലും ഈ ആഴ്ച പോകാൻ പറ്റും. 2 പേരാണ് പോകണമെങ്കിൽ ശൈത്യം ഉറപ്പാണ്. ഒരവസരം കിട്ടിയിട്ടും പിന്നീട് അത് ഉപയോഗിക്കാതെ പിന്നീടും ഒന്നും മിണ്ടാതിരിക്കണം. ശൈത്യം എന്താ പറയണ്ടല്ലേ? ഒരവസരം പിന്നെയും കൊടുത്തു, ഒരാഴ്ചയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റമില്ല, നേരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ നെക്സ്റ്റ് സരികയാണ്. സരിക 9ാം സ്ഥാനമാണ്, 4,500 വോട്ടാണ്. ഓൾമോസ്റ്റ് സേഫാണ്. 11, 10, 9 ഓൾമോസ്റ്റ് സേഫ് അല്ല. 3 പേര് വേണമെങ്കിൽ അടിച്ച് പുറത്താക്കും. പക്ഷേ ഇനി ദിവസങ്ങളുണ്ട്. അപ്പോൾ ദിവസങ്ങളിൽ ചിലപ്പോൾ വോട്ടിംഗ് മാറാം, ചിലപ്പം സരിക മുന്നോട്ട് വരാം, ചിലപ്പോൾ സരിക താഴോട്ട് പോകാം, ചിലപ്പോൾ സരികയെ അല്ലാതെ മനസ്സിലായില്ല, ചിലപ്പോൾ മേളിലോട്ട് പോകും, താഴോട്ടോ. എല്ലാം നമ്മൾ ജനങ്ങളുടെ വിധി പോലെ. ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നിലോട്ട് പോകും, ഇല്ലെങ്കിൽ പുറകിലോട്ട് വരും. സോ ഫസ്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിക്കയാണ്. 10,000 വോട്ടായിട്ടാണ് വൻ ലീഡ് എന്ന് വെച്ചാൽ വൻ ലീഡ്. ഇപ്പോഴത്തെ നോമിനേഷനിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ഷാനവാസിക്കയാണ്. ഷാനവാസിക്കാർ ഗെയിം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആര് വന്നാലും എല്ലാവരും കൂടെ ആദ്യം ഗ്രൂപ്പായിട്ട് ചേർന്ന് ഒറ്റപ്പെടുത്തി, എന്നിട്ട് ഷാനവാസിക്ക തളരാതെ എല്ലാത്തിനെയും വെട്ടി ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നല്ലൊരു ഗെയിമാണ് കളിക്കുന്നത്. അപ്പം ഷാനവാസിക്കയാണ് ഫസ്റ്റ്. സോ നെക്സ്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മറിക്കുമെന്ന് പറഞ്ഞ ആളാണ് ഒനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ലാലോട്ടെ സംസാരിക്കാൻ പറ്റുന്നത് കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാണാനില്ല, കൊള്ളാം. കിച്ചണിലാരും നേരത്തെ ഫുഡ് ഉണ്ടാക്കണമെങ്കിലും കാണാൻ പറ്റുന്നു, ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അതും കാണാൻ. 8ാം സ്ഥാനമാണ് 5,000 വോട്ട്. എന്തിനാണ് ഇതൊക്കെ നിൽക്കണമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ കയറിയ ആൾക്കാർ പകുതി പേർക്കും കളിക്കാൻ അറിഞ്ഞൂടാ. ഈ ഗെയിം എന്താണെന്ന് അറിഞ്ഞൂടാ, അതാണ് സംഭവം. എന്താണ് ഗെയിം, എങ്ങനെയാണ് കളിക്കേണ്ടത്, എങ്ങനെയൊക്കെ ആൾക്കാരുടെ സംസാരിച്ച് നിൽക്കുക എന്നല്ല. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം വന്നാൽ അതിലൊക്കെയാണ് സംസാരിക്കുന്നത്. ചെറിയൊരു കാര്യം ഇവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല, അവൻ എന്നെ ഒരു ചീത്ത വിളിച്ചു. ആ ചീത്തയെന്ന് അതിന് എൻ്റെ പിന്നെ 7ാം സ്ഥാനമാണ് അക്ബറിന് ആർക്കും ഇഷ്ടമില്ലാത്ത അവസ്ഥയാണ്. അക്ബർ എല്ലായിടത്തും കയറി ചൊറിയുന്നൊരവസ്ഥയാണ്. 6,400 വോട്ടാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ഗെയിം കളിക്കണമെന്നില്ല. ഇപ്പോൾ അക്ബറിൻ്റെ ഗെയിം സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും ചൊറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുക എന്ന സ്ട്രാറ്റജിയാണ്. അക്ബർ 1 രണ്ടാമതിന് കയറി അങ്ങ് അടുത്ത് പോയി സംസാരിക്കുക, എന്താണ് പാടാന്നൊക്കെയാണ്. പക്ഷേ അക്ബറെങ്കിലും സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് തന്നെ നമുക്ക് സമാധാനിക്കാം. സോ നെക്സ്റ്റ് അനുമോളാണ്. അനുമോൾ 3ാം സ്ഥാനം 6,500 വോട്ടാണ്. എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞ് മൊണ്ണാളെന്ന് വിളിക്കുകയൊക്കെ എല്ലാം പറയുന്നുണ്ട്. അനുമോൾക്ക് എല്ലാം പറയാം. ഒന്നാമത്തെ കാര്യം അനുമോളുടെ അഹങ്കാരമൊന്നും ഞാൻ പറയാം, അങ്ങനെ തന്നെ പറയാം. അനുമോളുടെ അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഞാൻ ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, കുറേ ഫോളോവേഴ്സ് ഉണ്ട്, എന്നെ ഇത്രയും പേര് വോട്ട് ചെയ്യും, അതിൻ്റെ അഹങ്കാരത്തിലാണ് എന്തും വിളിച്ച് പറയുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, അടുത്ത മണിക്കാർക്കും ബൈ ബൈ, ടാറ്റാ.